നമ്മുടെ മലയാളികളുടെ കുടുംബ സംവിധായകൻ സത്യൻ അന്തിക്കാടിൻ്റെ ജന്മദിനമാണെന്ന്. ഇന്ന് അദ്ദേഹത്തിന് 71 വയസ്സാവുകയാണ്. അപ്പോൾ സത്യൻ അന്തിക്കാടിൻ്റെ ഒരു യാത്ര എന്ന് പറഞ്ഞാൽ ഒരു വലിയൊരു നീണ്ട യാത്ര തന്നെയാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇന്ന് ഞാൻ അങ്ങോട്ട് ഡിസ്കസ് ചെയ്യുന്നത്. തൃശ്ശൂർ അന്തിക്കാട് എന്ന് പറയുന്ന ഒരു കൊച്ചു സ്ഥലത്ത് നിന്ന് അന്നത്തെ മദിരാശി അവിടേക്ക് സിനിമാ മോഹമായിട്ട് ഇപ്പോൾ വളരെ ചെറുപ്പത്തിലെ പോയ ഒരാളാണ് സത്യൻ അന്തിക്കാട്. അപ്പോൾ അവിടെ ചെല്ലുന്നു. ഡോക്ടർ ബാലകൃഷ്ണൻ എന്ന് പറയുന്ന ഒരു വലിയൊരു ലെജൻഡ്. അദ്ദേഹം ഒരു ഡോക്ടറാണ്. അദ്ദേഹത്തിൻ്റെ ഒരു ക്ലിനിക്കുണ്ട്. ക്ലിനിക്കിലിരുന്നാണ് അദ്ദേഹത്തിൻ്റെ എഴുത്ത് എന്നൊക്കെ അന്നത്തെ പല ആളുകളും പറയാറുണ്ട്. അപ്പോൾ ഡോക്ടർ ബാലകൃഷ്ണൻ്റെ ഒരു അസിസ്റ്റൻ്റായിട്ടാണ് കൂടെ കൂടുന്നത്. അന്ന് ഡോക്ടർ ബാലകൃഷ്ണൻ്റെ പ്രധാനപ്പെട്ട അസോസിയേറ്റ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ മെയിൻ റൈറ്റ് ഹാൻഡ് എന്ന് പറയുന്നത് സംവിധായകൻ പിന്നീട് സംവിധായകനായ പി ചന്ദ്രകുമാറായിരുന്നു. അങ്ങനെ സത്യൻ അന്തിക്കാടും ഒരു സെക്കൻഡ് അസിസ്റ്റൻ്റ് എന്ന രീതിയിൽ കൂടെ കൂടുന്നു. പിന്നീട് ഒരുപാട് സിനിമകൾ ഡോക്ടർ ബാലകൃഷ്ണൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നു. അതിനുശേഷം പി ചന്ദ്രകുമാർ സ്വതന്ത്ര സംവിധായകനായപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ സത്യൻ അന്തിക്കാട് കൂടി. പിന്നെ JC എന്ന് പറയുന്ന വളരെ സീനിയറായിട്ടുള്ള സംവിധായകനുണ്ട്. നമുക്കറിയാം, ജയനൊക്കെ സിനിമയിലോട്ട് കൊണ്ടുവരാൻ കാരണക്കാരനായ ഒരു പ്രധാനപ്പെട്ട സംവിധായകനാണ്. അദ്ദേഹത്തിൻ്റെയും കൂടെ വർക്ക് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് സിനിമകളിൽ, എന്താ പറയുക, 70-80 സിനിമകളിൽ പല സംവിധായകരുടെ കൂടെ അസോസിയേറ്റ് ആയിട്ട് വർക്ക് ചെയ്തിട്ടുള്ള ഒരാളാണ് സത്യൻ അന്തിക്കാട്. അതുപോലെ തന്നെ അദ്ദേഹം അന്നേ നന്നായിട്ട് എഴുതുമായിരുന്നു. അങ്ങനെ അദ്ദേഹം ഒരുപാട് സിനിമകൾക്ക്, ഇവരുടെയൊക്കെ തന്നെ ഈ ഗുരുക്കന്മാരുടെയൊക്കെ സിനിമകളിലൊക്കെ ഗാനരചന, ഒരുപാട് പാട്ടുകൾ, അതിൽ ഹിറ്റ് പാട്ടാണെങ്കിൽ ഓ മൃദുല എന്ന് പറയുന്ന ഞാൻ ഏകനാണ് എന്ന് പറയുന്ന പി ചന്ദ്രകുമാറിൻ്റെ സിനിമയിലെ പാട്ട് അദ്ദേഹം എഴുതിയതാണ്. പിന്നീട് അതുപോലെ തന്നെ തടവറ എന്ന് പറയുന്ന സിനിമയിലെ നീ മായല്ലേ എന്ന് പറയുന്ന പാട്ട്, അങ്ങനെ കുറേ പാട്ടുകൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. അങ്ങനെ എനിക്കൊണ്ട് ഏകദേശം ഒരു 7-8 വർഷങ്ങളൊക്കെ കഴിഞ്ഞിട്ടാണ് അദ്ദേഹം ഇൻഡിപെൻഡൻ്റ് ആവാൻ വേണ്ടിയിട്ട് തീരുമാനിക്കുന്നത്. അപ്പോൾ അന്ന് അദ്ദേഹം ആദ്യമായിട്ടൊരു സിനിമ 81 സംവിധാനം ചെയ്യാൻ വേണ്ടി പ്ലാൻ ചെയ്തിരുന്നു. അന്ന് കലാമണ്ഡലത്തിൻ്റെ തൃശ്ശൂർ കലാമണ്ഡലം ബേസ് ചെയ്തിട്ടുള്ള ഒരു കഥ. അത് കമൽഹാസനും നെടുമുടി വേണും. അന്ന് നമുക്കറിയാം, കമൽഹാസൻ തമിഴിലും മലയാളത്തിലും ഒരുപോലെ തിളങ്ങുന്നതാണ്. നെടുമുടി അന്ന് വിട പറയും മുമ്പ് എന്ന് പറയുന്ന ഒരു സിനിമയൊക്കെ അതിലൂടെയൊക്കെയാണ് ശരിക്കും ക്ലിക്ക് ആവുന്നത്. അതിന് മുമ്പിട്ട് ഒരുപാട് സിനിമകൾ ചെയ്തു, നാടകത്തിലൂടെ വന്ന ആളാണ്. അപ്പോൾ നെടുമുടിയും വന്ന് ഇങ്ങനെ ഒരു അപ്കമിങ് സ്റ്റാറാണ്. അപ്പോൾ ഇവർ രണ്ടുപേരെയും വെച്ചിട്ടാണ് സിനിമ പ്ലാൻ ചെയ്തത്. ജോൺ പോളാണ് അന്ന് എഴുതാൻ പ്ലാൻ ഇട്ടത്. ചമയം എന്ന പേരിലായിരുന്നു അത് മജീന്ദ്രൻ എന്ന് പറയുന്ന നിർമ്മാതാവായിരുന്നു അത്. പക്ഷേ അന്ന് ഈ പറഞ്ഞ പോലെ അപ്രതീക്ഷിതമായിട്ടുള്ള മജീന്ദ്രൻ അദ്ദേഹം അന്ന് കൊല്ലപ്പെടുകയാണ്. അങ്ങനെ പ്രൊഡ്യൂസർ മരണപ്പെട്ടുകൊണ്ട് ആ ഒരു സിനിമ ഡ്രോപ്പായി. അപ്പോൾ നമുക്കറിയാം, സിനിമ കുറച്ച് അന്ധവിശ്വാസങ്ങളുടെയൊക്കെ ഒരു ലോകമാണ്. അപ്പോൾ അങ്ങനെ കുറച്ച് അന്ധവിശ്വാസങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെ ആദ്യത്തെ സിനിമ പൂജ നടത്തിയ ശേഷം അതിൻ്റെ നിർമ്മാതാവ് മരിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ പിന്നീട് സത്യൻ അന്തിക്കാട് സിനിമ ചെയ്യാൻ ആരും അന്ന് ഉടനെയൊന്നും വന്നില്ല. പക്ഷേ അത് കേട്ട് അദ്ദേഹത്തിന് അധികം വൈകണ്ടി വന്നില്ല. വീണ്ടും അദ്ദേഹത്തിന് ഒരു സിനിമ ചെയ്യാൻ പറ്റി. അതായിരുന്നു കുറുക്കൻ്റെ കല്യാണം. അന്നത്തെ ഒരു ടോപ്പ് സ്റ്റാറായ സുകുമാരനാണ് അതിലെ നായകനായിട്ട് അഭിനയിച്ചത്. ഡോക്ടർ ബാലകൃഷ്ണനായിരുന്നു സ്ക്രിപ്റ്റ്. പിന്നീട് അവിടെ നിന്ന് അങ്ങോട്ട് അദ്ദേഹം ചെയ്ത സിനിമകൾ, ഇപ്പോൾ കിന്നാരം, വെറുതെ ഒരു പിണക്കം, വണ്ടന്മാർ ലണ്ടനിൽ, ഇങ്ങനെ കുറേ ലൈറ്റ് കോമഡി, ഫാമിലി, അങ്ങനത്തെ സിനിമകളൊക്കെയാണ് അദ്ദേഹം ചെയ്തിരുന്നത്. നമുക്കറിയാം, അദ്ദേഹം പിന്നീട് ഒരിക്കലും ആ ഒരു പാറ്റേൺ വിട്ടുപോയിട്ടില്ല. പക്ഷെ തുടക്കകാലത്ത് അദ്ദേഹത്തിൻ്റെ സിനിമകളെല്ലാം കൂടുതൽ നായകനായിട്ട് അഭിനയിച്ചത് സുകുമാരനായിരുന്നു. പിന്നീട് നെടുമുടി വേണുണ്ട്, ഭരത് ഗോപി അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് കുറേ സിനിമകൾ, അതിൽ കുറുക്കൻ്റെ കല്യാണം എന്ന് പറയുന്ന ഒരു സിനിമയിലാണ് ആദ്യമായിട്ടും ഒരു ചെറിയൊരു വേഷത്തിൽ മോഹൻലാൽ അഭിനയിക്കുന്നത്. പിന്നീട് അപ്പുണ്ണി എന്ന് പറയുന്ന ഒരു സിനിമയിൽ, നെടുമുടി നായകനായ സിനിമയിലും മോഹൻലാൽ ഒരു സെക്കൻഡ് ഹീറോ ആയിട്ട് അഭിനയിച്ചു. പിന്നീട് അവിടെ നിന്ന് അങ്ങോട്ട് ഒരു 86 ആയപ്പോഴാണ് നമുക്കറിയാം TP ബാലഗോപാലൻ, നമ്മെ സന്മനസ്സുള്ള സമാധാനം, ആ ഒരു സമയത്ത് ഈ പറയുന്ന ശ്രീനിവാസൻ ഇദ്ദേഹത്തിൻ്റെ കൂടെ ഈ ഒരു ഗ്യാങ്ങിലേക്ക് കയറി. പിന്നെ സത്യൻ അന്തിക്കാട്, ശ്രീനിവാസൻ, മോഹൻലാൽ കൂട്ടുകെട്ടിൽ നമ്മൾ ഒരുപാട് സിനിമകൾ നമ്മൾ കണ്ടു. ഇപ്പോൾ ശ്രീനിവാസനായിട്ടുള്ള ഒരു ആത്മബന്ധമൊക്കെ നമുക്ക് അറിയാം. അദ്ദേഹം പലപ്പോഴും പറയാറുണ്ട്, ശ്രീനിവാസൻ മരിച്ച സമയത്തും ഒരു കുടുംബാംഗത്തെ പോലെ ത്രൂ ഔട്ട് ഉണ്ടായിരുന്ന ചുരുക്കം ആളുകളിൽ ഒരാൾ തന്നെയായിരുന്നു സത്യൻ അന്തിക്കാട്. പിന്നെ ലോഹിദാസിനായിട്ട് അങ്ങനെ വളരെയധികം സിനിമകളൊന്നും ചെയ്തിട്ടില്ല. ഒരു വീണ്ടും ചില വീട്ടുകാര്യങ്ങൾ, തൂവൽ കൊട്ടാരമൊക്കെ പോലെ കുറച്ച് സിനിമകളെ ചെയ്തിട്ടുള്ളൂ. കനൽക്കാറ്റുണ്ട്. പക്ഷേ നല്ല ഒരു ആത്മബന്ധമായിരുന്നു ലോഹിദാസിനായിട്ട്. ഇപ്പോൾ ലോഹിദാസിൻ്റെ മരണശേഷം അദ്ദേഹത്തിൻ്റെ ഭാര്യ പറഞ്ഞിട്ടുണ്ട്, CB മലയിലായിട്ടാണ് കൂടുതൽ സിനിമകൾ ചെയ്തെങ്കിലും ഒരു ആത്മബന്ധം ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്നത് സത്യൻ അന്തിക്കാടിനായിട്ടായിരുന്നു. തമ്മിലൊരു കോളേജ് സ്റ്റുഡൻസിനെ പോലെയായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. കാരണം ലോഹിദാസിൻ്റെ ഇതൊരു തിരക്കഥ എഴുതിയ ഒരു സിനിമ അത്ര വിജയിക്കാതിരുന്ന സമയത്ത് ലോഹിദാസിൻ്റെ വീട്ടിൽ ഇരിക്കുന്ന സമയത്ത്, അന്ന് വീട് പണിയൊക്കെ നടക്കുന്ന സമയത്ത്, അപ്പോൾ സാമ്പത്തികമായിട്ട് കുറച്ച് പൈസയും ആവശ്യമുണ്ട്. അന്ന് സത്യൻ അന്തിക്കാട് വന്നിട്ട് നിർമ്മാതാവിൻ്റെ അടുത്ത് മേടിച്ച് കുറച്ച് അഡ്വാൻസ് കൊടുത്തു. പിന്നീട് നമുക്കൊന്ന് മാറാം എന്ന് പറഞ്ഞിട്ട് വേറെ സ്ഥലത്ത് പോയി, കേരളത്തിന് പുറത്തെവിടെയോ പോയിരുന്ന കുറച്ച് ദിവസങ്ങളൊക്കെ ഇരുന്ന് ഒന്ന് റിഫ്രഷ് ചെയ്ത് വന്ന ശേഷം അങ്ങനെ പിന്നീട് ഉണ്ടായൊരു സിനിമയാണ് തൂവൽ കൊട്ടാരം. അതുപോലെ തന്നെയാണ് പിന്നീട് കുറേ നാളുകൾക്ക് ശേഷം ലോഹിദാസ് സ്ക്രിപ്റ്റ് ഡയറക്ടറായ ശേഷവും മറ്റൊരു സംവിധായകന് സ്ക്രിപ്റ്റ് കൊടുത്തത്. ഒന്ന് ചക്രമായിരുന്നു, നടന്നില്ല. പിന്നീട് ഒന്ന് സത്യൻ അന്തിക്കാടിനായിരുന്നു. അത് വീണ്ടും ചില വീട്ടുകാര്യങ്ങളായിരുന്നു. അപ്പോൾ സത്യൻ അന്തിക്കാട് അങ്ങനെ
എല്ലാവരുമായിട്ട് നല്ലൊരു സൗഹൃദം ഉള്ള ഒരു സംവിധായകൻ തന്നെയായിരുന്നു അദ്ദേഹം. അത് മാത്രമല്ല അദ്ദേഹം വളരെ, അതായത് ഒരു ഹിറ്റ് മേക്കർ ആണെങ്കിൽ പോലും വളരെ സാധാരണക്കാരൻ്റെ ഒരു ജീവിതം നയിക്കുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം. ഇപ്പോഴും അന്തിക്കാട് തന്നെയാണ് താമസം. അദ്ദേഹത്തിന് പറഞ്ഞ പോലെ എറണാകുളത്തൊക്കെ ഫ്ലാറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ എങ്കിലും അദ്ദേഹം അന്തിക്കാടുകാരനായിട്ട് ഒരു സിനിമ കഴിഞ്ഞാൽ ആ സിനിമയുടെ തിരക്കുകളൊന്നും മാറി നാട്ടിൽ കൃഷിയും നാട്ടുകാര്യങ്ങളൊക്കെ ആയിട്ട് ഇരിക്കുന്ന ഒരു വ്യക്തിയാണ്. സത്യൻ അന്തിക്കാട് അദ്ദേഹം തന്നെ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്, അദ്ദേഹം എത്രയോ സിനിമകൾ ചെയ്ത് ഹിറ്റായി നിൽക്കുന്ന സമയത്ത് അന്തിക്കാട് നിന്ന് അദ്ദേഹം തൃശ്ശൂർ ടൗണിലേക്ക് ബസ്സിൽ വരുമ്പോൾ എം ജി റോഡ് വെച്ചിട്ട് ഭയങ്കര ബ്ലോക്ക്. അപ്പം അന്ന് രാമദാസ് തിയേറ്ററിൽ ഒരു ഷോ വിട്ടിട്ടുള്ള ഒരു ബ്ലോക്കാണത്. ആ ബസ്സുകാർ പറഞ്ഞു ഇങ്ങനെ ഓരോരുത്തരും ഓരോ സിനിമയും ചെയ്യും, ബാക്കിയുള്ളവരെ ബുദ്ധിമുട്ടിക്കും. അപ്പോൾ സത്യൻ അങ്ങോട്ട് നോക്കി കഴിഞ്ഞപ്പോൾ അത് നാടോടിക്കാറ്റ് എന്ന് പറഞ്ഞ സിനിമയാണ്. നാടോടിക്കാറ്റ് അന്ന് സൂപ്പർ ഹിറ്റായിട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നാടോടിക്കാറ്റിൻ്റെ സംവിധായകനാണ് ആ ബസ്സിലിരിക്കുന്നതെന്നുള്ള ബസ്സിൻ്റെ കണ്ടക്ടർക്കോ ഡ്രൈവർക്കോ മറ്റ് യാത്രക്കാർക്കോ പോലും അറിയില്ല. അങ്ങനെയായിരുന്നു അദ്ദേഹം ജീവിച്ചത്. അതേപോലെ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ മക്കൾ. ഇപ്പോൾ അഖിൽ സത്യനായാലും അനൂപ് സത്യനായാലും ഒക്കെ അവരും വളരെ സാധാരണക്കാരനെ പോലെയാണ്. ഇപ്പോൾ അഖിൽ സത്യം പറയാറുണ്ട്, ഞാൻ കുറച്ചു കാലം മുമ്പ് വരെ ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ വന്നിറങ്ങി കഴിഞ്ഞാൽ ഞാനൊരു 15 രൂപ പോക്കറ്റിലുണ്ടോ നോക്കും അന്തിക്കാടേക്ക് ബസ്സിൽ പോകാനായിട്ട്. അപ്പോൾ അങ്ങനെയാണ് അച്ഛൻ അമ്മയും ഒക്കെ ഞങ്ങളെ വളർത്തിയത് എന്ന് അഖിൽ പറയാറുണ്ട്. അപ്പോൾ എന്തായാലും സത്യൻ അന്തിക്കാട് ഇപ്പോൾ ഹൃദയപൂർവ്വമാണ് അവസാനം ഹിറ്റായത്. ഇനിയിപ്പോൾ വീണ്ടും അദ്ദേഹം ഒരുപാട് മികച്ച സിനിമകൾ ചെയ്യുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അദ്ദേഹത്തിൻ്റെ മക്കളും ഇപ്പോൾ വളരെ പ്രോമിസിംഗ് ആയിട്ട് വരികയാണ്. അപ്പോൾ എന്തായാലും 71 വയസ്സ് എന്ന് പറഞ്ഞാൽ പ്രായമായി എങ്കിലും അദ്ദേഹം ഇപ്പോഴും വളരെ എനർജറ്റിക് ആയിട്ട് തന്നെയാണ് അദ്ദേഹം വർക്ക് ചെയ്യുന്നത്. നമുക്ക് അദ്ദേഹത്തിൻ്റെ അടുത്ത ഹിറ്റുകൾക്ക് വേണ്ടി കാത്തിരിക്കാം.